എൻ്റെ മൂന്നാമത്തെ ബുക്കാണ് ചെയിൻ ക്വസ്റ്റ്യൻസ് റയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. എൻ്റെ ജീവിതത്തിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ ഒരു ബുക്ക് എന്ന് പറയുന്നത്. ഈ ബുക്ക് ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇതിനെക്കുറിച്ച് ഇങ്ങനെ ടേണിംഗ് ആവും ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് എനിക്ക് എഴുതാൻ ഒത്തിരി സമയം വേണമായിരുന്നു. അപ്പോൾ ആ സമയം ഞാൻ ഉപയോഗപ്പെടുത്തിയത് കോവിഡ് സമയത്തെ ലോക്ക്ഡൗൺ സമയത്താണ്. ഇത് ഒന്നിനോടൊന്ന് കണക്ട് ചെയ്ത് ഇപ്പോൾ മധ്യപ്രദേശാണ് ഇന്ത്യയിലെ കടുവ സംസ്ഥാനം. ലോക കടുവാ ദിനം ജൂലൈ 29 അറ്റോമിക നമ്പറായ മൂലകൻ ചെമ്പാണ് ലോകത്ത് ആദ്യമായി കണ്ടെത്തിയ ലോഹങ്ങളിലെ രാജാവ് സ്വർണ്ണം. ഇങ്ങനെ ഇതെല്ലായിടത്തും കേട്ടിട്ടുണ്ടോ ഈ പറയുന്ന കാര്യം? ഇത് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന 2600 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ഒരു സെറ്റിൽ 50 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ഇത് 2-3 സെറ്റൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റി. പിന്നീട് ഇത് റിപ്പീറ്റ് ചെയ്യാനും പാടില്ലല്ലോ. അങ്ങനെ ഒത്തിരി സമയമെടുത്തു. ഒരുപാട് ബുക്കുകളൊക്കെ റെഫർ ചെയ്തിട്ടാണ് ഈ ഒരു ബുക്ക് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. ഞാൻ പിന്നോട്ട് നോക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന കാര്യം, ഞാൻ അത്രയും എഫേർട്ട് എടുത്തത് കൊണ്ടായിരിക്കാം 16,000-ലധികം കോപ്പികളൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, വിറ്റ് പോയിട്ടുണ്ട്. പല അധ്യാപകരും ഇത് വെച്ചിട്ട് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നുണ്ട്, പിള്ളേർക്ക് മനസ്സിലാവുന്നുണ്ട്. ഇതൊക്കെ അറിയുമ്പോൾ വല്ലാത്തൊരു സന്തോഷമാണ് ലഭിക്കുന്നത്. അപ്പം ഈ ജിക്കൊക്കെ പഠിക്കാൻ പൊതുവെ കുട്ടികൾക്കൊക്കെ പ്രയാസമുണ്ടെന്ന് പറയുമ്പോൾ ഞാനൊക്കെ വളരെ സിമ്പിളായിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ പല പിള്ളേർക്കും അത് ഒത്തിരി ഹെൽപ്പാവുന്നു എന്ന് പറയുമ്പോഴൊക്കെ ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങൾക്കൊരു ബുക്കൊക്കെ ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബുക്ക് എഴുതുമ്പോൾ ബാക്കിയുള്ള കാര്യം യൂണിവേഴ്സ് തന്നെ അത് നിങ്ങൾക്ക് സെറ്റാക്കി തന്നോളും. അപ്പോൾ ബുക്കുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാം കേട്ടോ.